ചിലപ്പോൾ പ്രാദേശിക വിഷയങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയുടെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യുന്നുണ്ടാവാം. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് എന്റെ അറിവ്. പക്ഷേ ജി സുധാകരനെ പോലെ മുതിർന്ന ഒരു നേതാവ്, പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് ഒരു കാരണവശാലും ഇത്തരം വിമർശനങ്ങൾ പൊതുവേദികളിൽ പറയാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് നമുക്ക് ഇതിനെയൊക്കെ, അതുകൊണ്ടാണ് പാർട്ടി നേതൃത്വം നേരത്തെ തന്നെ തീരുമാനമെടുത്തത്. അദ്ദേഹത്തിനെ വിമർശിക്കേണ്ടുന്ന കാര്യമില്ല, അദ്ദേഹത്തിന് തിരുത്തേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹം എല്ലാം അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് തിരുത്തേണ്ടുന്ന കാര്യമില്ല. ഇപ്പൊ നിർഭൻ ചക്രവർത്തിയോടൊക്കെ എടുത്തതുപോലെ ഒരു സ്റ്റാൻഡ്, നിർഭൻ ചക്രവർത്തിയൊക്കെ അവസാന കാലത്ത് പുസ്തകം വിൽക്കുകയും സ്റ്റാളുകളിൽ ഇരുന്ന് കഥ നമുക്കറിയാം. അത്തരത്തിലുള്ള രീതിയിലേക്ക് പോകണ്ടെന്ന് പാർട്ടി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാവും അദ്ദേഹത്തിന് കുറച്ചുകൂടെ അങ്ങനെ ഒരു അവധാനത, അല്ല വളരെ അവധാനതയോട് കൂടി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മതിയെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം ആലപ്പുഴയിലെ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവുക. അദ്ദേഹം പറഞ്ഞതിനകത്ത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല വിഷയം, എവിടെയാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളതാണ് വിഷയം. ശരിക്കും ഒരു പാർട്ടിക്കാരൻ പാർട്ടി വേദികളിൽ മാത്രം പറയേണ്ടുന്ന കാര്യങ്ങൾ അത് പൊതുവേദികളിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അത് പാർട്ടി നന്നാക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരിക്കലും പാർട്ടി ക്ഷീണപ്പെടുത്താൻ ജി സുധാകരനെ പോലെയുള്ള ഒരു സഖാവ് ഒരിക്കലും ഇപ്പൊ ഗൗരിയമ്മയെ പോലെ, വി എസ് അച്യുതാനന്ദനെ പോലെ, പി കെ ചന്ദ്രനാഥനെ പോലെ അത്രയും തലയെടുപ്പുള്ള ഒരു നേതാവ്, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒരിക്കലും പാർട്ടിക്ക് കളങ്കമുണ്ടാകുന്ന രീതിയിൽ ഒരക്ഷരം പോലും ഉരിയാടത്തില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നതും.